വരുന്ന ഏപ്രിൽ മെയ് മാസങ്ങളോട് കൂടി കേരളത്തോടൊപ്പം നടക്കാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ ഇലക്ഷൻ സട്ടാ താജ ഒപ്പീനിയൻ പോൾ സർവേ 234 അംഗ തമിഴ്നാട് നിയമസഭയിലേക്ക് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ വിവിധ ജില്ലകളിലായി വിവിധ മുന്നണികൾക്ക് വിജയസാധ്യതയുള്ള സീറ്റുകൾ. ആദ്യം നോക്കുന്ന ജില്ല കന്യാകുമാരി ജില്ലയാണ്. കന്യാകുമാരിയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ ഒരു സീറ്റ് AIADMK സഖ്യവും 5 സീറ്റുകൾ വരെ DMK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല കാഞ്ചീപുരമാണ്. കാഞ്ചീപുരം ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ DMK സഖ്യവും ഒരു സീറ്റ് വിജയുടെ പാർട്ടിയായ TVKയും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല കള്ളക്കുറിച്ചിയാണ്. കള്ളക്കുറിച്ചിയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ AIADMK സഖ്യവും ഒരു സീറ്റ് DMK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഈറോഡാണ്. ഈറോഡിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ AIADMK സഖ്യവും 5 സീറ്റുകൾ വരെ DMK സഖ്യവും ഒരു സീറ്റ് TVKയും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ദിണ്ടുക്കലാണ്. ദിണ്ടുക്കലിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ AIADMK സഖ്യവും 2 സീറ്റുകൾ വരെ DMK സഖ്യവും ഒരു സീറ്റ് TVKയും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ധർമ്മപുരിയാണ്. ധർമ്മപുരി ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ AIADMK സഖ്യവും 2 സീറ്റുകൾ വരെ DMK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല കടലൂരാണ്. കടലൂർ ജില്ലയിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ AIADMK സഖ്യവും 7 സീറ്റുകൾ വരെ DMK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ ജില്ലയിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ 6 സീറ്റുകൾ വരെ AIADMK സഖ്യവും 3 സീറ്റുകൾ വരെ DMK സഖ്യവും ഒരു സീറ്റ് TVKയും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല അരിയല്ലൂരാണ്. അരിയല്ലൂരിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 2 സീറ്റുകളും DMK സഖ്യം നേടാനാണ് സാധ്യത. അടുത്ത ജില്ല വിരുദനഗറാണ്. വിരുദനഗറിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ AIADMK സഖ്യവും 3 സീറ്റുകൾ വരെ DMK സഖ്യവും ഒരു സീറ്റ് TVKയും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല തിരുപ്പത്തൂരാണ്. തിരുപ്പത്തൂരിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 4 സീറ്റുകളും DMK സഖ്യം നേടാനാണ് സാധ്യത. അടുത്ത ജില്ല തിരുനെൽവേലിയാണ്. തിരുനെൽവേലി ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ DMK സഖ്യവും ഒരു സീറ്റ് TVKയും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല തിരുപ്പൂരാണ്. തിരുപ്പൂരിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ AIADMK സഖ്യവും 3 സീറ്റുകൾ വരെ DMK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല തിരുവള്ളൂരാണ്. തിരുവള്ളൂരിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ ഒരു സീറ്റ് AIADMK സഖ്യവും 8 സീറ്റുകൾ വരെ DMK സഖ്യവും ഒരു സീറ്റ് TVKയും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല തിരുച്ചിറപ്പള്ളിയാണ്. തിരുച്ചിറപ്പള്ളിയിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ AIADMK സഖ്യവും 6 സീറ്റുകൾ വരെ DMK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല പേരമ്പല്ലൂരാണ്. പേരമ്പല്ലൂരിൽ 1 സീറ്റാണുള്ളത്. ആ ഒരു സീറ്റ് DMK സഖ്യം നേടാനാണ് സാധ്യത. അടുത്ത ജില്ല പുതുക്കോട്ടയാണ്. പുതുക്കോട്ടയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ AIADMK സഖ്യവും 4 സീറ്റുകൾ വരെ DMK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല രാമനാഥപുരമാണ്. രാമനാഥപുരം ജില്ലയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ AIADMK സഖ്യവും ഒരു സീറ്റ് DMK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല റാണിപ്പേട്ടയാണ്. റാണിപ്പേട്ടയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 4 സീറ്റുകളും DMK സഖ്യം നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ശിവഗംഗയാണ്. ശിവഗംഗയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ ഒരു സീറ്റ് AIADMK സഖ്യവും 3 സീറ്റുകൾ വരെ DMK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല തഞ്ചാവൂരാണ്. തഞ്ചാവൂർ ജില്ലയിൽ
8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 1 സീറ്റ് AIADMK സഖ്യവും 6 സീറ്റുകൾ വരെ DMK സഖ്യവും 1 സീറ്റ് TVKയും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല തെങ്കാശിയാണ്. തെങ്കാശി ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ DMK സഖ്യവും 1 സീറ്റ് TVKയും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല തിരുവണ്ണാമലയാണ്. തിരുവണ്ണാമലയിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ AIADMK സഖ്യവും 3 സീറ്റുകൾ വരെ DMK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല തിരുവാരൂരാണ്. തിരുവാരൂരിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 4 സീറ്റുകളും DMK സഖ്യം നേടാനാണ് സാധ്യത. അടുത്ത ജില്ല തൂത്തുക്കുടിയാണ്. തൂത്തുക്കുടി ജില്ലയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 1 സീറ്റ് AIADMK സഖ്യവും 5 സീറ്റുകൾ വരെ DMK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല തേനിയാണ്. തേനി ജില്ലയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് AIADMK സഖ്യവും 2 സീറ്റുകൾ വരെ DMK സഖ്യവും 1 സീറ്റ് TVKയും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല വെല്ലൂരാണ്. വെല്ലൂർ ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ AIADMK സഖ്യവും 2 സീറ്റുകൾ വരെ DMK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല വിഴുപുരമാണ്. വിഴുപുരം ജില്ലയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ AIADMK സഖ്യവും 2 സീറ്റുകൾ വരെ DMK സഖ്യവും 1 സീറ്റ് TVKയും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല നാമക്കല്ലാണ്. നാമക്കല്ലിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ AIADMK സഖ്യവും 2 സീറ്റുകൾ വരെ DMK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല നാഗപട്ടണമാണ്. നാഗപട്ടണം ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ DMK സഖ്യവും 1 സീറ്റ് TVKയും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല മയിലാടുതുറയാണ്. മയിലാടുതുറയിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 2 സീറ്റുകളും DMK സഖ്യം നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ചെന്നൈയാണ്. ചെന്നൈ ജില്ലയിൽ 16 സീറ്റുകളാണുള്ളത്. 16 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ AIADMK സഖ്യവും 12 സീറ്റുകൾ വരെ DMK സഖ്യവും 2 സീറ്റുകൾ വരെ TVKയും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ചെങ്കൽപ്പട്ടാണ്. ചെങ്കൽപ്പട്ടിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ DMK സഖ്യവും 2 സീറ്റുകൾ വരെ TVKയും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല കൃഷ്ണഗിരിയാണ്. കൃഷ്ണഗിരി ജില്ലയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ AIADMK സഖ്യവും 2 സീറ്റുകൾ വരെ DMK സഖ്യവും 1 സീറ്റ് TVKയും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല കരൂരാണ്. കരൂർ ജില്ലയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് AIADMK സഖ്യവും 2 സീറ്റുകൾ വരെ DMK സഖ്യവും 1 സീറ്റ് TVKയും നേടാനാണ് സാധ്യത. തമിഴ്നാട് നിയമസഭയിലെ ആകെയുള്ള 234 സീറ്റുകളിൽ 73 സീറ്റുകൾ വരെ AIADMK സഖ്യവും 140 സീറ്റുകൾ വരെ DMK സഖ്യവും 21 സീറ്റുകൾ വരെ TVKയും നേടാനാണ് സാധ്യത.